ഹായ് ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റെയർ റീൽസ്. അതിനകത്ത് സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ചേട്ടനെ എന്താ പറയുക അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തി നിൽക്കുമായിരുന്നു. പക്ഷെ ആ തീ അങ്ങ് അണഞ്ഞു കേട്ടോ. സത്യം എന്തായാലും വിജയിക്കും. ആ ചേട്ടൻ ഒരു സ്റ്റോറി പറഞ്ഞു. പലർക്കും അത് അവരെക്കുറിച്ച് പറഞ്ഞെന്ന് തോന്നി. അത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല, നിങ്ങളുടെ മാത്രം തെറ്റാ. അപ്പം ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം നിങ്ങളെ. FIRന്റെ ഇതാണ്. പ്രതിക്ക് ആവലാതിക്കാരന് വ്യക്തിഹത്യ ചെയ്യണമെന്നും മാനഹാനി വരുത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി റെയർ റീൽസ് എന്ന യൂട്യൂബ് ചാനൽ വഴി 13/7/2026 തീയതി മുതൽ ആവലാതിക്കാരനെയും കുടുംബത്തെയും സമൂഹത്തിന് മുന്നിൽ അപഹാസ്യപ്പെടുത്തും വിധത്തിൽ മോശമായി ചിത്രീകരിച്ച ആവലാതിക്കാരൻ്റെ തിരുവസ്ത്രം അണിഞ്ഞ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ച് ആവലാതിക്കാരൻ സഹോദരങ്ങൾക്ക് നൽകാതെ കുടുംബസ്വത്ത് തട്ടിയെടുത്തെന്നും ആവലാതിക്കാരന് കേരളത്തിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവിഹിത ബന്ധത്തിൽ ഭാര്യമാരും മക്കളും ഉണ്ടെന്നും പറഞ്ഞ് ആക്ഷേപിച്ചുമുള്ള വീഡിയോകൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്ത് ആവലാതിക്കാരൻ്റെ പൗരോഹിത ശുശ്രൂഷയെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ്. ഇതാണ് FIRൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന അച്ഛനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെന്താ, ജാമ്യം കിട്ടി. പലരും വീഡിയോ ചെയ്തിരുന്നു, ജാമ്യം കിട്ടത്തില്ല, ഇനി ജയിലിൽ കിടക്കും, പുറം ലോകം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? സത്യമുള്ളിടത്ത് നീതിയുണ്ട്, അത് തന്നെ. അപ്പം ചേട്ടൻ വരുന്ന വഴിക്ക് ലൈവ് ചെയ്തിരുന്നു, നമുക്കതൊന്ന് നോക്കാം. അനീഷ് ബ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിട്ടൊന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കെ ഉണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റും. അനീഷേ തൂറിയിട്ടൊക്കെ പോളൂട്ടാ. എടാനൊക്കെ എന്തിന്റെ കേളാടാ? വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കാട്ടണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞു കഴിക്കാൻ. എനിക്കത് വേറെ പണിയില്ലെന്ന് കഴിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നുള്ളത്. ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞങ്ങളോട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടെ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ നമ്മൾ പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പൊ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണൊന്ന് പോയി കിട്ടിയെന്ന് കിട്ടുന്നു. ഫോണൊക്കെ അതായത് അതിന്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിന്റ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ അല്ലേ വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്, അതൊരു പാടാണ്. കുറെ ആൾക്കാര് കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യാ, അത് തന്നെ നമ്മളെ കണ്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും ഉദ്ദേശമൊന്നുമില്ല. കണ്ടന്റ് കിട്ടുമ്പോ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോ വരാം വീട്ടിലെത്തിയിട്ട്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്. അപ്പോൾ കണ്ടല്ലോ, ഇത് തന്നെയാണ് എനിക്ക് പലരോടും പറയാനുള്ളത്.
നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതെൻ്റെ തെറ്റല്ല. അതുപോലെ തന്നെ ഒരു തിരക്കഥ എഴുതുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ വീഡിയോ ചെയ്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതിൽ ആരെ കുത്തി ആരെ പറഞ്ഞു എന്നുള്ളത് വേറെ ആൾക്കാരാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ പറയുന്ന വ്യക്തി ഇതുവരെ ഇന്ന ആളെക്കുറിച്ചാണ് പേര് പരാമർശിച്ചിട്ടേ ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതൊക്കെ അല്ലാതെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല. അപ്പം പിന്നെ ചിലപ്പോൾ ആരൊക്കെ നാളെ ഇതുപോലെ കേസിൽപ്പെടും, അല്ലെങ്കിൽ ആരൊക്കെ കേസിൽപ്പെടുത്താൻ നോക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാളെ ഒരു പക്ഷെ ഞാനും ഇതുപോലൊരു കള്ളക്കേസിൽപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്തുകൂടെ ആ കാര്യവും കൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വേറെന്താ ചെയ്യുക? എന്തായാലും ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല ഇത്. അത് പ്രൂവ് ചെയ്യാൻ അവർക്ക് പറ്റത്തുമില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യാനാ? ജാമ്യം കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഞാനും നിസ്സാരം പോലെ പുഷ്പം പോലെ ഊരിപ്പോരും. എനിക്കതേ ചിലരോട് പറയാനുള്ളൂ. ഇന്നലെയും ചെയ്തു, മിനിഞ്ഞാന്നും ചെയ്തെങ്കിൽ കണക്കായിപ്പോയി. നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ചെയ്തത്. കുറേ അറുമാദിക്കുന്നുണ്ടല്ലോ അവരാതിച്ചികളെ പോലെ, അതുപോലെ കിടന്ന് അറുമാദിക്കും നീയൊക്കെ. അപ്പോൾ പുതിയ വാർത്തയും വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സന്ദീപേട്ടന് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ടൊന്നും എടുത്താൽ 2 ദിവസം ഞാൻ എടുത്തില്ലായിരുന്നു. അത് മാത്രമല്ല, ഈ വണ്ടിക്കകത്തിരുന്ന് വീഡിയോ എടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇതിനകത്തിരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം എന്താണെന്നറിയത്തില്ല, ആവശ്യമില്ലാത്ത ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് അപ്പോൾ ഇനി മുതൽ വീഡിയോസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് ഹെലനോസ് പാട്ട, പിന്നെ നമ്മുടെ സന്ദീപേട്ടന്, അങ്ങനെ പലരും വീഡിയോസ് വണ്ടിക്കകത്തിരുന്ന് കാറിനകത്തിരുന്ന് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മൈക്കിൻ്റെ ആവശ്യമില്ല നമുക്ക്.